കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സന്ദർഭത്തിനനുസരിച്ച് പെരുമാറണം. ഉള്ളില് സന്തോഷം അടക്കി വെച്ചുകൊണ്ട് സങ്കടം പുറത്ത് കാണിക്കേണ്ടി വരും. ചിലപ്പോ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ളില് കരയേണ്ടിയും വരും. ഇതൊക്കെ ജീവിതത്തില് എല്ലാവരും അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ തന്നെയാണ്. ഡികെയുടെ മുമ്പില് നമ്മൾ ഒന്നും അറിയാത്ത പോലെ അങ്ങ് നിന്നാ മതി. നമുക്കിതിനകത്ത് സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല. അവരായി അവരുടെ പാടായി അത്ര തന്നെ. ആ ദേ ഡികെ ഇറങ്ങി വരുന്നു. വാ. എന്താ എല്ലാരും കൂടി? സോറി ഡികെ. എന്തിന്? അമ്മയോട് കൈ ചൂണ്ടി സംസാരിച്ചേന്. ഒരു വലിയ തെറ്റാ ഞാൻ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം ഡികെ. അത് എന്നോടല്ല പറയേണ്ടത്, അമ്മയോടാ. പിന്നെ നീ കാരണം മനസ്സ് വേദനിച്ച നിന്റെ ഭാര്യയോട്. ആത്മാർത്ഥത വേണ്ടത് വാക്കുകളിലല്ല, പ്രവൃത്തിയില. ആദ്യം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക, ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന്. എന്നിട്ട് വേണം പോയി സോറി പറയാൻ. ഡികെ, ജ്യോതിയുടെ കാര്യത്തില് ഡികെ എടുത്ത തീരുമാനം നന്നായി. ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പിരിയുന്ന തന്നെയാ. ഡികെക്ക് ജ്യോതിയെ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. സുപ്രിയാന്റിക്കും ഇപ്പൊ സന്തോഷമായി കാണും. സന്തോഷമായത് ആർക്കൊക്കെയാണെന്ന് നിങ്ങളുടെ എല്ലാം മുഖം കണ്ടറിയാം. ഞാൻ ജീവിക്കുന്ന ഈ വീടിന് വേണ്ടിയാ. ഈ വീട്ടിൽ അവൾ നിൽക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവള് പോകാൻ തീരുമാനിച്ചവരുടെ സന്തോഷം പ്രകടിപ്പിക്കാനാണ് എന്റെ മുമ്പിലേക്കുള്ള ഈ വരവെന്ന് എനിക്കറിയാം. അയ്യോ ഡികെ, ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു സന്തോഷവും ഇല്ല. ഇത്രയും കാലം ഡികെ അനുഭവിച്ച ഒരു ടെൻഷൻ ഒഴിയുന്നതിലുള്ള സന്തോഷമുണ്ട്, അത്രയേ ഉള്ളൂ. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പഴമൊഴി പറയുന്നത് വെറുതെ അല്ല. നിങ്ങൾ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഒരു ശത്രു ഇല്ലാതാകുന്ന സന്തോഷത്തിന്റെ പകൽപൂരമാണ് നിങ്ങളുടെ എല്ലാം കണ്ണുകളിൽ. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എല്ലാ ശത്രുക്കളും എതിർത്ത് തോൽപ്പിക്കേണ്ടവരല്ല. ശത്രുക്കളായി കരുതുന്നവരെല്ലാം ചിലപ്പോൾ യഥാർത്ഥ ശത്രുക്കളുമാവില്ല. നിഴലിനോട് യുദ്ധം ചെയ്ത് പാഴാക്കി കളയാനുള്ളതല്ല ജീവിതമെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും. മായച്ചി, ഡികെ പറഞ്ഞിട്ട് പോയതെന്താ? ശത്രുക്കൾ, നിഴൽ, നഷ്ടം, ലാഭം മാത്രം പറഞ്ഞില്ലല്ലോ. മിണ്ടാതിരിക്കടി. ജ്യോതി പോകുന്നതിലുള്ള നമ്മുടെ അധിക സന്തോഷം ഡികെക്ക് മനസ്സിലായി. അത് ഡികെക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിങ്ങനെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളെല്ലാം കൂടി അവളെ ഇവിടെ ഓടിക്കുന്ന പദ്ധതിയാണിതെന്ന് ഡികെക്ക് മനസ്സിലായി. ഇവിടെ നടന്ന വഴക്കെല്ലാം നമ്മുടെ പ്ലാനിംഗ് ആണെന്ന് മനസ്സിലായെന്നാ ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ അവള് പോവില്ലേ? ഉള്ള സന്തോഷം മുഴുവനും പോയല്ലോ. അവള് പോകുന്നതില് ഡികെക്ക് അത്ര വലിയ സന്തോഷം ഇല്ലെന്നാ ഇതിന്റെ രത്നം ചുരുക്കം. എന്ന് പറഞ്ഞ എത്രയും വേഗം ജ്യോതിക്കൊരു പാർട്ടി കൊടുത്ത് ഇവിടുന്ന് പറഞ്ഞയക്കണം. ഇല്ലെങ്കിൽ ഡികെ ജ്യോതി യഥാർത്ഥ ഭാര്യയാക്കും, ഉറപ്പാ.
സന്തോഷമാണോ ആശ്വാസമാണോ എനിക്കുള്ളതെന്ന് പറയാൻ സാധിക്കുന്നില്ല. നിനക്ക് വേണ്ടിയാ ഞാൻ രണ്ടാമതൊരു വിവാഹത്തിന് സമ്മതിച്ചത്. നിനക്ക് തന്ന വാക്ക് തെറ്റിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോ അവളായിട്ട് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാ എനിക്ക് പോലും അപ്രതീക്ഷിതമായിരുന്നു അവളുടെ ഈ തീരുമാനം. നമ്മുടെ മരുമക്കളും ഭാര്യമാരും അവള് തിരിച്ചു പോകുന്നതിന്റെ സന്തോഷത്തിലാ. അപ്പൊ നിനക്കോ? എനിക്കോ? ഇതോടെ നീ എന്റെ തലയിൽ കയറ്റിവെച്ച ഭാരം ഒഴിഞ്ഞുപോകും. അവൾ ഇവിടെ നിൽക്കുന്നതാ മരുമക്കളുടെയും ഭാര്യമാരുടെയും പ്രശ്നം. എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. എല്ലാവരുടെയും ശത്രുവായി ഇനിയും എന്തിനാ അവളിവിടെ അമരാവതി? ഞാൻ ചെയ്തിരിക്കും. നിനക്ക് പകരക്കാരിയായി നീ കണ്ടുപിടിച്ചവൾ ഒന്നുമില്ലാത്തവളായി അലഞ്ഞു തിരിയില്ല. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. ഇത് വേസ്റ്റ് ബക്കറ്റിലിടാൻ നിനക്ക് കഴിയും?
ായിരിക്കും. പക്ഷെ നിന്റെ സ്ഥാനം നിന്റേത് മാത്രമാ. അതിന് പകരമാവാൻ ഒരിക്കലും ഒരു സുപ്രിയയ്ക്കും പറ്റില്ല. നീയാണ് അവന്റെ റിയൽ വൈഫ്. ആർക്കും നിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. മോളെ, ഒരു ഫാമിലി എന്ന് പറഞ്ഞ ഒരു സർക്കസ് കൂടാരവാ. പുലിയും സിംഹവും ഡാൻസുകാരും പാട്ടുകാരും നടനും നടിയും എല്ലാം അതിനകത്തുണ്ടാവും. അതിന്റെ കൂടെ എല്ലാവരെയും എപ്പോഴും ചിരിപ്പിക്കുന്ന ഒരു ജോക്കർ ഉണ്ടാവും. എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി എല്ലാരെയും എപ്പോഴും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ജോക്കർ. ഈ അമരാവതിയിലെ ജോക്കറാ നിന്റെയും മദർ. അമ്മ, ഇങ്ങനെയൊന്നും പറയല്ല അമ്മ. എനിക്കറിയാം എന്റെ തീരുമാനം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ പോകുന്നത് എന്റെ അമ്മയായിരിക്കും. നിനക്ക് ഈ വീടിനോടും എന്റെ മോനോടും ഒട്ടും സ്നേഹമില്ലേ? അമ്മ, ഈ ലോകത്ത് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ഭർത്താവിനെയാണ്. പക്ഷെ എന്റെ ഭർത്താവ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ കുടുംബത്തെയാണ്. ഈ കുടുംബത്തിലെ ബന്ധങ്ങൾക്ക് ഒരു പോറലേൽക്കുന്ന പോലും അദ്ദേഹത്തിന് സഹി. ദൈവത്തിന് തുല്യ. അദ്ദേഹത്തിന്റെ അഭിമാനം രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ഞാൻ ഇവിടുന്ന് പോയാലും എന്റെ മരണം വരെ ഹിറ്റ്ലറിനല്ലാതെ മറ്റൊരാൾക്കും എന്റെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. മോളെ, അവരൊരു പാവ. അവന് നിന്നോട് സ്നേഹമില്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അവന്റെ മനസ്സെന്താണെന്ന് ഈ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. ലൈഫ് ലോങ് ഇവിടെ നിൽക്കാൻ അവൻ നിനക്ക് പെർമിഷൻ തന്നില്ലേ? അവരുടെയൊക്കെ വഴക്കിന്റെ പേരിൽ നീ ഇങ്ങനെയുള്ള തീരുമാനം എടുക്കരുത് മോളെ. ഈ മദറിന്റെ മരുമകളായി നീ തന്നെ വേണം. അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളിലെ സങ്കടങ്ങൾ മറ്റാർക്കും മനസ്സിലാവില്ല. സുപ്രിയയുടെ ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന ഹിറ്റ്ലറിന് ഒരിക്കലും എന്നെ ഒരു ഭാര്യയായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല. ഞാനിവിടെ തുടർന്ന മക്കളും മരുമക്കളും തമ്മിലുള്ള വഴക്ക് വലുതാവും. ഈ വീട് ഒരു യുദ്ധക്കളമാവും. എന്റെ ഭർത്താവ് അപമാനിതനായി നിൽക്കേണ്ടി വരും. എല്ലാം ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ എളുപ്പമുള്ള ഒരേ ഒരു വഴി മാത്രമേ എന്റെ മുന്നിലുള്ളൂ.
വിവാഹമോചനം. പിരിയുമ്പോ നിയമപരമായി തന്നെ പിരിയണം. നാളെ ഒരിക്കൽ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന തോന്നല് പോലും അവരിൽ ബാക്കി വെക്കരുത്. അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മോളെ, അമ്മ വിഷമിക്കണ്ട. അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോ ഫോൺ എടുത്ത് ബേട്ടേന്നൊന്ന് വിളിച്ചാ മതി. എന്റെ അമ്മയെ കാണാൻ ഞാൻ ഓടി വരില്ലേ? എന്റെ ലിറ്റിൽ കണ്ണനും എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ബേട്ടി, നീ ഇവിടുന്ന് പോയാ ഞാനും ഇവിടുന്ന് ഇറങ്ങും. അയ്യേ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല അമ്മ. ദേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ തോറ്റു പോകുന്നതേ അമ്മയുടെ മോനായിരിക്കും. ഹിറ്റ്ലറിന്റെ ബലം എപ്പോഴും മദറല്ലേ? അമ്മ, എല്ലാ യുദ്ധവും അവസാനിക്കുന്നതേ ആരുടെയെങ്കിലും തകർച്ചയിലോ അല്ലെങ്കിൽ പിന്മാറ്റത്തിലോ ആണ്. എനിക്കിവിടെ ആരുടെയും തകർച്ച കാണാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പിന്മാറാന്ന് മായച്ചി, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും ഏറ്റവും നല്ല ഒരു യാത്രയപ്പ് കൊടുത്തു വേണം അവളെ വിടാൻ. നമുക്കൊരു DJ പാർട്ടി വെച്ചാലോ? പോടി അവിടുന്ന്, അവളുടെ ഒരു DJ പാർട്ടി. എടി, ഇത് നമ്മുടെ അമ്മായിയമ്മയ്ക്കുള്ള ഫെയർവെൽ പാർട്ടിയാണ്. ഉള്ളില് സന്തോഷം അലതല്ലിയാലും അത് പുറത്ത് കാണിക്കാൻ പാടില്ല. അപ്പൊ സങ്കടം അഭിനയിക്കണോ? ഏയ്, അത് വേണ്ട. അത് ചിലപ്പോ നമ്മൾ അഭിനയിക്കുകയാണെന്ന് തോന്നും. പിന്നെ എന്ത് കുന്തം വേണമെന്നൊന്ന് പറ മായച്ചി. നിർവികാരത നിറഞ്ഞ മുഖം, കല്ല് പോലെ. സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല. ഇതിനെ ന്യൂജൻ പിള്ളേര് പറയുന്നതേ വേറെ ഭാവം. വേണ്ട, നിന്റെ വൃത്തികെട്ട നാവെടുത്ത് വളയ്ക്കണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും ഗ്രാൻഡ് ഐഡിയ ആലോചിക്കാം. എന്നാ പിന്നെ ഒരു താലപ്പൊലിയും ഗാനമേളയും കൂടെ ആയാലോ? കഷ്ടം, ഒരു പാവത്തിന് ഇവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് സന്തോഷിക്കുന്നു. മായച്ചി കേട്ടില്ലേ, നമ്മൾ അടിച്ചിറക്കിയെന്ന്. ഈശ്വരാ, ഞങ്ങളിത് അറിഞ്ഞപ്പോ ഞെട്ടിപ്പോയി. പിന്നെ ഭയങ്കര ഞെട്ടലായിരുന്നു. ചുമ്മാ നല്ല കുറച്ചു മുമ്പ് ഒരു ശബ്ദം കേട്ടത്. ഞെട്ടിയതായിരുന്നോ? നീ ആക്കല്ലേ. നിനക്ക് അത്രയ്ക്കങ്ങ് സങ്കടമാണെങ്കിലേ നീ അവളോട് തന്നെ പോയി ചോദിക്ക് എന്താ സംഭവിച്ചതെന്ന്. ഇത് അവളുടെ മാത്രം തീരുമാനോ? DK പോലും അവളെ നിർബന്ധിച്ചിട്ടില്ല. എന്തിനാ നിർബന്ധിക്കുന്നത്? ഒരു പാവത്തിനെ പുറത്താക്കാൻ എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് നടത്തിയ നാടകം. അത് വിജയിച്ചതിന്റെ സന്തോഷം ആഘോഷിക്കുന്നു. നിങ്ങളെ കൊണ്ടൊക്കെ ഈശ്വരൻ മറുപടി പറയിപ്പിക്കും.